സിവിയർ അനൂപ് കേൾക്കാമോ? സിവിയർ അനൂപ്, പക വീട്ടാനുള്ളതാണ് എന്നാണോ? അല്ല, ഇതിനങ്ങനെ പകയായിട്ടൊന്നും കാണണ്ടെന്നേ. ഇതൊരു സമീപനത്തിലുള്ള വ്യത്യാസമാണ്. മാധു ശ്രദ്ധിച്ചു കാണും, സെക്രട്ടേറിയറ്റിൽ ഇതുവരെ അടഞ്ഞു കിടന്നൊരു ഗേറ്റ് തുറക്കപ്പെട്ടു. ഇത് സർക്കാരിൻ്റെ ഇതൊരു ഗേറ്റ് മാത്രമല്ല, ഇതൊരു സൂചകമാണ്, ഇതൊരു സൂചനയാണ്. ഇവിടെ CPM അടച്ചു വെച്ച ജനങ്ങളുമായുള്ള ബന്ധം LDF അടച്ചു വെച്ചത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. ജനങ്ങളുമായുള്ള ആക്സസ് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുകയാണ്. അതിനകത്ത് തീരുമാനങ്ങൾ ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് പറയുന്ന ഒരു ജനകീയ സർക്കാർ ഈ സംസ്ഥാനത്ത് നിലനിന്നിരിക്കുകയാണ്. 10 വർഷമായി പൂട്ടിവെക്കപ്പെട്ട പല വാതിലുകളും തുറക്കപ്പെടുമെന്നതിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്. ഇതൊരു പുതിയ സമീപനമാണ്. ഭരണം എന്നത് പറയുന്നത് തുടർച്ചയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച ഭരണകൂടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വ്യതിരക്തമായ നിലപാടുകളാണ് ഈ സർക്കാർ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചകങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ശരിയാണ്, പ്രചരിപ്പിക്കപ്പെട്ടു. അത് ഒരൊറ്റ ദിവസം മുൻപ് മാത്രമാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായ എന്തെങ്കിലും തിക്തഫലം UDF അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അത് പൊളിച്ചെഴുതപ്പെടുകയും ചെയ്തതാണ് ആ ഘട്ടത്തിൽ തന്നെ. പക്ഷേ കൃത്യമാണ് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കമടക്കമുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്തുമാണ്. അത് പൊടി തട്ടിയെടുക്കുന്നതിലൂടെ ഇപ്പോൾ ലീഗിന് നേൽ വലിയൊരു കളങ്കം ചാർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടന്ന ഒരു രാഷ്ട്രീയ നീക്കം, അത് പൊളിച്ചെഴുതുക എന്നതാണോ ലക്ഷ്യമിടുന്നത്? മാധു, ഇത് ലീഗിനെതിരെ എന്നല്ലല്ലോ ഇതിനെ കാണേണ്ടത്. മുസ്ലിം സമുദായത്തെ തന്നെ മൊത്തത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തി ഉണ്ടായ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ടെന്നേ. ഇതിനകത്ത് ഞാൻ തന്നെ കൊടുത്ത കേസുകളുടെ അനുഭവം എനിക്കറിയാം. പക്ഷേ ഇവിടെ സർക്കാർ പോലീസ് അതിനോട് സമീപിച്ച സമീപനം എന്ന് പറയുന്നത് പരിപൂർണ നിസ്സംഗതയാണ്. ഒരു ഹേറ്റ് സ്പീച്ചിനെതിരെ കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ പുതിയ നിയമനിർമ്മാണങ്ങളടക്കം കൊണ്ടുവന്നു. പക്ഷെ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷവും ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിശബ്ദതയാണ്. പക്ഷേ ഈ സർക്കാരിനെ സംബന്ധിച്ച് പുതിയ സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇതിനെതിരെ നടപടിയെടുക്കാനാണ്. വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ, വർഗീയ ധ്രുവീകരണത്തിനെതിരെ, അതിനോട് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട നിശബ്ദതകൾക്കെതിരെയുള്ള ജനവിധിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് പെരുമാറാനുള്ള, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ്. ആ ബാധ്യത നിർവഹിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. Debate with Madhu Saji.